വെൽക്കം ബാക്ക് ടു CSS ഫോർ ബിഗിനേഴ്സ് ലേൺ ഫ്രം ദ റൂട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ കളറുകളൊക്കെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സൈസിങ് വിത്ത് യൂണിറ്റ്സ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യാം CSS യൂസ് ചെയ്ത് എന്നീ കാര്യങ്ങളൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കളേഴ്സ് പഠിക്കാം. നിങ്ങൾക്ക് ഇവിടെ കുറേ ഡിവ് കാണാൻ പറ്റും. ഇതിൽ ഓരോ ഡിവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. നെയിംഡ് കളർ, അതുപോലെ തന്നെ ഹെക്സ് കളർ, അതുപോലെ തന്നെ RGB, അതുപോലെ തന്നെ RGBA. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നാല് ഡിവാളുണ്ട് ആൻഡ് കുറേ ക്ലാസ് നെയിംസും ഉണ്ട്. സോ ഞാൻ കഴിഞ്ഞ HTML-ലൊക്കെ ഇങ്ങനെ അപ്പം തന്നെ വീഡിയോയിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോ ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എക്സാമ്പിളും കാര്യങ്ങളൊക്കെ. ഇതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലാഭിക്കാൻ പറ്റും, നമ്മുടെയും ടൈം ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ മാക്സിമം കുറക്കാൻ പറ്റും. അതുകൊണ്ടാണ്. സോ നിങ്ങളുടെ അഭിപ്രായം പറയുക, ഇത് ഓക്കെ ആണോ എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ CSS ഫയൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് ഫസ്റ്റ് ദ നെയിംഡ് കളർ എക്സാമ്പിൾ. സോ നെയിംഡ് കളർ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും ഡയറക്റ്റ് പിങ്ക് എന്നുള്ള പേരാണ് കൊടുത്തേക്കാണ്. ഇനി വേണമെങ്കിൽ ഇപ്പോൾ ബ്ലൂ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, ബ്ലൂ, വയലറ്റ് അങ്ങനെ ഓരോന്നുണ്ട്. സോ അത് കൊടുത്ത് ഇവിടെ റിഫ്രഷ് ചെയ്തപ്പോൾ ആ ഒരു കളർ മാറിയിട്ടുണ്ട്. സോ അതാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങളിപ്പോൾ ഈ ഒരു ബാക്കിയുള്ള CSS പ്രോപ്പർട്ടീസ് ഒന്നും ഇപ്പോൾ മെയിൻ ചെയ്യേണ്ട, നമ്മളിപ്പോൾ കളറും കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് നെയിംഡ് കളർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഹെക്സ് കളർ എന്ന് പറയുന്നത്. ഈ ഹെക്സ് കളർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തന്നെ ഹാഷ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹെക്സ് കളർ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് പ്രോപ്പർ കളറായിരിക്കും, എക്സാക്റ്റ് ആ കളറായിരിക്കും. സോ പിന്നെ വരുന്നതാണ് RGB കളർ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 0 to 255 വരെയുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്ന കളേഴ്സാണ്. ബട്ട് വെൻ കമ്പയർഡ് ടു എക്സ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചും കൂടി അത്ര എക്സാക്റ്റ് ആവണമെന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു കളർ ഇട്ട് കൊടുത്താൽ ആ പക്ക കളറായിരിക്കും. പിന്നെ വരുന്നതാണ് ഈ ഒരു RGBA വരുന്ന സമയത്ത് ഇവിടെ ഒരു ആൽഫ ചാനൽ വരുന്നുണ്ട്, RGBA. സോ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കഴിയും ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് 15% ആണ്, 0.5 കൊടുത്തുകൊണ്ട്. സോ ഞാനിപ്പോൾ ഇത് 0 ആക്കി കഴിഞ്ഞാൽ അത് പോയി. ഓക്കെ, ഇപ്പോൾ 1 ആക്കി കൊടുത്താൽ അത് വന്ന് കണ്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കളേഴ്സിൻ്റെ സംഭവം. സോ ഇനി നമുക്ക് യൂണിറ്റ്സിലോട്ട് പോകാം. സോ 3 ടൈപ്പ് ഓഫ് യൂണിറ്റ്സ് ആണ് ഉള്ളത്. അബ്സല്യൂട്ട് യൂണിറ്റ്സ്, അതുപോലെ തന്നെ റിലേറ്റീവ് യൂണിറ്റ്സ്, അതുപോലെ തന്നെ viewport യൂണിറ്റ്സ്. സോ നമുക്ക് ഫസ്റ്റ് അബ്സല്യൂട്ട് യൂണിറ്റ്സിലോട്ട് പോകാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പിക്സൽ യൂസ് ചെയ്യുന്നത്. ഈ പിക്സലാണ് ഒരു അബ്സല്യൂട്ട് യൂണിറ്റ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ഒരിക്കലും നമ്മുടെ viewportനനുസരിച്ചോ അല്ലെങ്കിൽ പാരൻറ്റ് ഡിവിനനുസരിച്ചോ ഇതിൻ്റെ സൈസ് മാറില്ല. നമ്മൾ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇതിലാണെങ്കിലും 10 പിക്സലാവും. പിന്നെ അടുത്ത് പഠിക്കാൻ പോവുകയാണ് റിലേറ്റീവ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് റം, അതുപോലെ തന്നെ EM, ഇങ്ങനത്തെ കാര്യങ്ങൾ. സോ അതിലോട്ട് പോകാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഫോൺ സൈസ് ഞാനിവിടെ റമ്മാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ റെസ്പോൺസീവ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഈ റം എന്നൊക്കെ പറയുന്നത്. റം, EM, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ബട്ട് വെൻ കമ്മിങ് ടു പിക്സൽ ഇറ്റ്സ് നോട്ട് റെസ്പോൺസീവ് ഫ്രണ്ട്ലി. ഓക്കെ, ഇങ്ങനത്തെ യൂസ് കേസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ റം എന്ന് പറയുന്നത് റിലേറ്റീവ് ടു ദ ഫോൺ സൈസ് ഓഫ് ദ റൂട്ട് എലമെൻറ്റ്. സോ റൂട്ട് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ റൂട്ട് എലമെൻറ്റ് എന്ന് പറയുന്നത് HTML ആണ്. ഓക്കെ, HTML-ൻ്റെ ഒരു ബേസ് ഫോൺ സൈസ് എന്ന് പറയുന്നത് 16 പിക്സലാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു സമയത്ത് 2 ആണ് അവിടെ വന്നിട്ട് 2 റം കൊടുത്തു കഴിഞ്ഞാൽ 2 × 16 പിക്സൽ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണ് വരുന്നത് അതാണ് അവിടെ വരിക. അപ്പോൾ ഞാനിവിടെ ഒരു ഇൻസ്പെക്ട് എലമെൻറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഞാൻ നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റാണ്, 32 പിക്സലാണ് ഇവിടെ വന്നിട്ട് ഉള്ളത്. സോ അടുത്തത് നമുക്ക് നോക്കാം M. ഓക്കെ, റമ്മിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് M എന്ന് പറയുന്നത് റിലേറ്റീവ് ടു ദ ഫോൺ സൈസ് ഓഫ് ഇറ്റ്സ് പാരൻറ്റ് കണ്ടെയ്നർ. ഓക്കെ, ഇപ്പോൾ ഇതിന് പാരൻറ്റ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോൺ സൈസാണ് നോക്കിയിട്ടാണ് ചെയ്യാറ്. ഓക്കെ, ഈ ഒരു സമയത്ത് റമ്മിൻ്റെ കേസിൽ എന്താണ് റൂട്ട് എലമെൻ്റാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റൂട്ട് എലമെൻറ്റ് ആൾറെഡി ബേസ് ആയിട്ട് 16 പിക്സലാണ്, അതുകൊണ്ടാണ് 16 പിക്സൽ ഇൻറ്റു അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഞാൻ 2M കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും 32 പിക്സൽ തന്നെയാണ്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ index.html എടുത്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്കൊരു ഈ ഒരു ഇതിന് പാരൻ്റായിട്ട് ഒരു ഡിവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ പാരൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു HTML-ൻ്റെ ബേസായിട്ടുള്ള ഈ 16 പിക്സൽ തന്നെയാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സോ അടുത്തതാണ് ഫോൺ സൈസ്. അടുത്തതാണ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ്. ഇപ്പോൾ 15% ഒക്കെ കൊടുക്കാം.
ഓക്കെ, ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാരൻറ്റ് കണ്ടെയ്നറിനായിട്ടാണ് റിലേറ്റീവ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ടത് 15% കൊടുത്തപ്പോൾ ഇത് ചെറുതായി. ഓക്കെ, ഞാനിപ്പോൾ ഇത് 100% കൊടുക്കുകയാണ്. ഓക്കെ, 100% കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു 100% ആയിട്ട് വന്ന്. സോ അതുപോലെ തന്നെ അടുത്തതാണ് നമുക്ക് viewport യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. സോ അതിലൊന്നാണ് 100 VH എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഞാൻ ഈ ഒരു ഇതിന് viewport ഹൈറ്റ് കൊടുത്തു. ആ ഒരു സമയത്ത് ഇവിടെ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു viewportൻ്റെ ഒരു ഹൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഒരു 1 viewport ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു 1%. 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു സംഭവം എന്താ, അതിൻ്റെ ഹൈറ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. നോക്കുക, ഇപ്പോൾ ഇവിടെ എത്ര സ്പേസ് പോയിട്ടുണ്ടെങ്കിലും 100 VH കൊടുത്ത സമയത്ത് ഇങ്ങോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്താലും ഈ ഒരു viewportൻ്റെ ഹൈറ്റ് ഇവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, പിന്നെ വരുന്നതാണ് 100 വിഡ്ത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് 100 VW. ഓക്കെ, viewportൻ്റെ ഹൈറ്റ്, ഇത് വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 50 കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു ഇതിൽ കാണുന്നതിൻ്റെ കറക്റ്റ് 15% പകുതിയായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതാണ് viewport ഹൈറ്റും viewport വിഡ്ത്തും. സോ ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇത് രണ്ടൊന്ന് റിമൂവ് ചെയ്യാം. സോ അടുത്ത് നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ആൾറെഡി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറും കാര്യങ്ങളൊക്കെ പഠിച്ച്, സ്റ്റിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ ഞാനിവിടെ ഡിവ് ഇട്ട്, ഓക്കെ ഞാനിവിടെ ഡിവ് ഇടാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് എക്സാമ്പിൾ. ഓക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ബ്രേസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്, റെഡ് എന്ന് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഹെക്സ് കളറിലൊക്കെ കൊടുക്കാം. ജസ്റ്റ് ഇപ്പോൾ അങ്ങനെ കൊടുത്തതാണ്. പക്ഷേ ഇവിടെ വരുന്നില്ല, കാരണം ഇവിടെ അതിന് ഹൈറ്റും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഹലോ ഹായ് ആം ഡിവ്. ഓക്കെ, ഇപ്പോൾ കൊടുത്ത സമയത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് ഇനി നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് യൂസ് ചെയ്യുന്ന സമയത്ത് URL യൂസ് ചെയ്യണം. സോ എന്നിട്ട് ഞാനിവിടെ പാത്ത് കൊടുക്കുകയാണ്. എൻ്റേത് നിങ്ങൾക്ക് കാണാൻ കഴിയും, ആസറ്റ്സിൽ ഇമേജസിൻ്റെ ഉള്ളിലാണ് ss.png, അതിലാണ് നമ്മുടെ ഇമേജ് ഉള്ളത്. സോ ഞാനിവിടെ ആസറ്റ്സ് കൊടുത്തു, ഇമേജസ് കൊടുത്തു, ആൻഡ് ss.png അവിടെ കൊടുത്തു. അപ്പോൾ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, ബട്ട് ഇമേജ് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് കാണുന്നില്ല. നമുക്ക് നേരത്തെ പഠിച്ച viewport യൂണിറ്റ്സ് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹൈറ്റ് എന്നിട്ടിട്ട് ഞാൻ 100 VH എന്ന് കൊടുക്കാം. സോ 100 VH എന്ന് കൊടുത്ത സമയത്ത് നമുക്ക് ആ ഒരു ഇമേജ് ഫുള്ളായിട്ട് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇമേജ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, കറക്റ്റായിട്ട് ലോഡായി വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മളിവിടെ viewport ഹൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ബട്ട് നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാകും നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും ഡിഫോൾട്ടായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് റിപ്പീറ്റ് നോ റിപ്പീറ്റ് എന്ന് കൊടുത്താൽ ആ ഒരു റിപ്പീറ്റിങ് പോയി. ബട്ട് ഇവിടെ ഹാഫായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സീനുണ്ട്. പിന്നെ നമുക്ക് കുറേ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് പൊസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് പെർസെൻറ്റേജ് വൈസ് ആയിട്ടും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെൻറ്റർ, അല്ലെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ സെൻറ്റർ കൊടുത്ത സമയത്ത് ഈ ഒരു ഇമേജ് ഈ ഒരു വിഡ്ത്തിൻ്റെ സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്, ഈ ഒരു ഡിവിൻ്റെ സെൻറ്ററായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറേയുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് സൈസ് ഉണ്ട്. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് സൈസിൽ വരുന്നതാണ് കവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിവ് ഉണ്ടല്ലോ, പാരൻറ്റ് ഡിവിനെ മൊത്തമായിട്ട് അങ്ങ് കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ട്സിൽ വരുന്നത്. ഇനിയും കുറേ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രോപ്പർട്ടീസും പഠിപ്പിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുപോലെ തന്നെ എല്ലാവരും ഫസ്റ്റ് തന്നെ ഇതെല്ലാം പഠിക്കലല്ല, ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രോജക്റ്റിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാ വീഡിയോത്തെ പോലെ തന്നെ ഈ വീഡിയോക്ക് താഴെയും ഒരു അസൈൻമെൻറ്റ് ഉണ്ട്. ആ ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.